ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഈ വണ്ടിയിലായിട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയൊക്കെ എടുത്ത് ഇട്ടേക്കുക. 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂന്നാറിലേക്കല്ല പോയത്, കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയത്. പോകുന്ന വഴി തന്നെ നല്ല നല്ല മലനിരകളും കുറേ മരങ്ങളും കാടുകളും ഒക്കെ കണ്ട് അയാങ്കുട്ടനും വല്ലിക്കുട്ടനും ഒരുപാട് ഹാപ്പി ആയിട്ട് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീടിന് കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ ഇതുപോലുള്ള പ്ലേസസൊക്കെ കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു 12 മണിയോടൊക്കെ അടുത്ത് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി. തോരനും അവിയലും മോരും സാമ്പാറും പപ്പടവും പിന്നെ സ്പെഷ്യലായിട്ട് ബീഫ് റോസ്റ്റും പന്നി റോസ്റ്റും ഒക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അച്ഛനും ഞാനും ഗുരും പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അടുത്തത് വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയി കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വെള്ളച്ചാട്ടം ആദ്യമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയപ്പോഴത്തേക്ക് സിപ്പ് ലൈൻ കണ്ടു. പല പല ഭാഗങ്ങളിലായിട്ട് സിപ്പ് ലൈനൊക്കെ ഉണ്ട്. മൂന്നാറും ഉണ്ട്. മൂന്നാർ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുഞ്ചിത്തണ്ണി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിപ്പ് ലൈൻ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിപ്പ് ലൈൻ ചെയ്തു. നമുക്ക് ഒരാൾക്ക് 500 രൂപയാണെന്ന് തോന്നുന്നു സിപ്പ് ലൈൻ വരുന്നത്. ഇത് പൊന്മുടി തൂക്കുപാലമാണ് കേട്ടോ. പൊന്മുടി തൂക്കുപാലമാണ് പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത്. അപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല വൈബാണ് നമുക്ക് അവിടെ നിൽക്കുന്നത്. താഴെ ചെറിയ വെള്ളച്ചാട്ടം 2 സൈഡിൽ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് കാണാൻ നല്ല രസം. അത് ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് തണുപ്പ് അവർ ഫീൽ ചെയ്യും. വെയിലത്ത് അങ്ങനെ തണുപ്പ് ബോഡിക്ക് ഫീൽ ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അത്രയും വെയിലുള്ള ടൈമിന് ഞങ്ങൾ പോയിട്ടില്ലല്ലോ. പിന്നെ ഇത് ഡാമാണ്, പൊന്മുടി ഡാം പോയി. അവിടെ ഇതുപോലെ കുറച്ച് സമയമൊക്കെ നിന്നു. വലിയൊരു പാറക്കെട്ടൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ കുറച്ച് കമ്പികളൊക്കെ അതിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും ജീപ്പൊക്കെ ആയിട്ടോ അവിടെ വരുന്നത്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ കൊണ്ടിങ്ങനെ വരുന്നത് ജീപ്പൊക്കെയാണ്. ഒരുപാട് ജീപ്പ് ഞങ്ങളെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന കണ്ടായിരുന്നു. അപ്പോൾ പൊന്മുടി ഡാം ഇതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇത് ഞങ്ങൾക്ക് കിട്ടിയ റൂമാണ്. താമസിക്കാനായിട്ട് എടുത്ത റൂമെന്ന് പറയുമ്പം ഈ കുഞ്ചിത്തണ്ണിയിൽ തന്നെയാണ് 2 അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള ബെഡ്റൂമും പിന്നെ ഒരു ബെഡ്റൂം, കോമൺ ബാത്റൂം, ഒരു ഡൈനിങ് ഹാള്, ആ ഏരിയ ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ പുറത്താണെങ്കിൽ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അടിച്ചു പൊളിക്കാറുള്ള. അപ്പം ഞങ്ങൾ രാത്രി ഫുള്ളും അവിടെ തന്നെയായിരുന്നു. കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി കടയിൽ പോയി ഞങ്ങൾ കഴിച്ചത്. അത് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. താമസിക്കാനായിട്ട് നമുക്ക് കിട്ടിയ റൂം ഇത്. രാവിലെയുള്ള ഒരു വ്യൂ ആണ്. 7:30 ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി.
രാവിലത്തെ വ്യൂ ഒന്ന് അടിപൊളിയായിട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്, നല്ല തണുപ്പും ഒക്കെയാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ KSRTC ബസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് തേയിലത്തോട്ടമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ തോന്നും അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ എല്ലാ തേയിലത്തോട്ടത്തിലൊന്നും നമുക്ക് കയറി ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ആനസവാരി ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എത്രയാ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. 4 പേർക്ക് ഒന്നിച്ച് കയറാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കയറിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛൻ വന്നില്ല, അച്ഛന് പേടിയാണ്. ഞങ്ങൾ മാത്രം 4 പേരും ചെയ്തു, കയറി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 28 ഫോട്ടോസ് ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു തരാം. അവരുടെ ക്യാമറയിൽ തന്നെ ഫോട്ടോസ് എടുക്കും. അങ്ങനെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് അയച്ചു തരികയും ചെയ്യും. ഇവിടെ പോയപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സിപ്പ് ലൈൻ പോയപ്പോൾ ഡ്രോൺ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തു. പിന്നെ എന്താ ആനസവാരി, ഇതുപോലെ ഫോട്ടോസ് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി, അതുകൊണ്ട് നമ്മൾ അതും ചെയ്തു. പിന്നെ തേയിലത്തോട്ടം അടിപൊളി, നല്ല പച്ച അങ്ങനെ ഇതിങ്ങനെ പച്ച പരവതാനി എന്നൊക്കെ പറയില്ല, അടിപൊളിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയിൽ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാമെന്ന് കരുതി കയറിയതാ. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധാരണ രീതിയിൽ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആയിരിക്കില്ല. ചില കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോയത്, പിള്ളേരും ഞാനും ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ അടുത്ത വട്ടവട സ്ട്രോബെറി കൃഷിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ച് നേരെ ഫുഡ് കഴിച്ചത് ഈ ടോപ്പ് സ്റ്റേഷന് അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു. അപ്പം നമുക്ക് കോട ആ ടൈം തന്നെ കോട വരാൻ തുടങ്ങി. കോടമഞ്ഞ് വന്ന് നമുക്ക് മൂടി അതിങ്ങനെ നമ്മുടെ ദേഹത്തേക്കൊക്കെ വരും. നല്ല തണുപ്പാണ്, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് മുകളിൽ കയറി കണ്ടു. നല്ല വ്യൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മൂന്നാറിലെ കാഴ്ചകളൊക്കെ. കുഞ്ചിത്തണ്ണി മൂന്നാർ ഒക്കെയുള്ള കാഴ്ചകളാണ് മാക്സിമം ഞങ്ങൾ പകർത്തിയെടുത്തത്. അടിപൊളിയാണ്, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഓരോ വ്യൂ പോയിന്റും ആ ഡാമും അങ്ങനെ എല്ലാം ഒന്നിനൊന്നും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.